ഹായ് എവരി വൺ, CSIR നെറ്റ് ഗേറ്റിൻ്റെ റീക്യാപ്പ് സീരീസാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുടെ ഒരു സെലക്ഷനാണ് ഈ റീക്യാപ്പ് സീരീസിൽ ഉണ്ടായിരിക്കുക. ഇലക്ട്രോ ഡൈനാമിക്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടക്ടേഴ്സിൻ്റെ കൂടുതൽ വർക്കൗട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ ഒരു ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് കിട്ടും. കൂടാതെ ഇതിൻ്റെ ലെക്ചർ നോട്ടും ഫർദർ അപ്ഡേറ്റുകളും വീഡിയോസും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക്, അതിൻ്റെ ലിങ്കും താഴെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എന്താ കണ്ടക്ടറിന് ഇത്ര പ്രാധാന്യം എന്നുള്ളതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ ചാർജിൻ്റെ ഒരു ഫ്ലോ അവിടെ കൂടുതലാണ് അല്ലേ. മെയിനായിട്ടും സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ, ഇങ്ങനെ 3 ഡിവിഷൻസാണ്. അതിൽ കണ്ടക്ടേഴ്സിനെയാണ് കൂടുതലും നമ്മൾ എല്ലാ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ചാർജിൻ്റെ ഫ്ലോക്കോ ഒക്കെ നമ്മൾ എടുക്കുന്നത് കണ്ടക്ടറാണ്. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കണ്ടക്ടറിൻ്റെ ഒരു പ്രാധാന്യം എന്താ വെച്ചാൽ, കുറച്ച് പ്രോപ്പർട്ടീസ് മുഖാന്തരം കണ്ടക്ടറിൻ്റെ അതിൻ്റേതായ കുറച്ച് പ്രത്യേകതകളെ മാറ്റി വെക്കുകയാണ്. അതായത് കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിനെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലേ. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് എത്തിയപ്പോഴേക്കും ചാർജ് അവിടെ ഇല്ല, ഇൻസൈഡിൽ ചാർജ് ഇല്ല, അല്ലെങ്കിൽ അതിന് വേറെ എന്തൊക്കെയോ ഒരു പ്രോപ്പർട്ടീസ് എക്സ്ട്രാ കയറി വന്നിരിക്കുകയാണ്. അതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടക്ടർ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ എൻ്റെ കണ്ടക്ടറിൽ ചാർജുകളുണ്ട്. ഓക്കെ, ഈ ചാർജ് എങ്ങനെയാ വെച്ചാൽ ഉണ്ടാകുക വെച്ചാൽ, ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് ചാർജാണ്, ഇവിടെ നെഗറ്റീവ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. 2 ഓപ്പോസിറ്റ് ചാർജുകളാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, എന്തായാലും അവിടെ ഇൻഡ്യൂസ് നടക്കും. ഇൻഡ്യൂസ് എന്ന് പറഞ്ഞാൽ പരസ്പരം അവർ അട്രാക്ട് ചെയ്യാൻ നോക്കും. പക്ഷേ അവിടെ ഇരിക്കുന്ന സമയത്ത്, അത് ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എക്സ്റ്റേണൽ ആയിട്ടൊരു ഇലക്ട്രിക് ഫീൽഡും അപ്ലൈ ചെയ്ത് കൊടുത്തു. എക്സ്റ്റേണൽ ആയിട്ട് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഇൻഡ്യൂസ്ഡ് ആയിട്ട് ചാർജ് മുഖാന്തരം ഉണ്ടാകുന്ന ഫീൽഡും അതുപോലെ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഒരു പോയിന്റിലെത്തുമ്പോൾ സെയിം ആവും. ഇവർ രണ്ടുപേരും ഒരു പോയിന്റിലെത്തുമ്പോൾ സെയിം ആവും. ആ സമയത്ത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലെ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡും ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും എന്തായിരിക്കും? കോയിൻസിഡൻസ് ചെയ്ത് ഒരു പോയിന്റിൽ അത് സെയിം ആയിരിക്കും. അതായത് രണ്ടുപേരും ഈക്വൽ ആകുന്ന ആ അവസ്ഥയിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സോളിഡ് സ്ഫിയർ ആണ്. ബട്ട് അതിൻ്റെ സോളിഡ് സ്ഫിയറിൻ്റെ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എന്ന് പറയുന്നത് 1/4πε0 QR / R³ R ഡാഗ്. ഇതാണ് എൻ്റെ ഇക്വേഷൻ. ബട്ട് നമുക്ക് എന്താ കിട്ടിയത്? ഇൻസൈഡ് 0 ആണെന്ന് അല്ലേ. അത് ഇതുകൊണ്ടാണ്, ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വന്നു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് തമ്മിൽ എപ്പോഴാണ് ആ പോയിന്റിൽ ഇവിടെ നിൽക്കുന്നത്? 0 ആയിപ്പോയി. ഓക്കെ, അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി. അപ്പോൾ കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇൻസൈഡ് സോളിഡ് സ്ഫിയറിലെ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് മുഖാന്തരം കണ്ടക്ടറിൽ അങ്ങനെ ഉണ്ടാവണം എന്നില്ല. ഇൻസൈഡ് എന്തായിരിക്കും? എപ്പോഴും 0 ആയിരിക്കും. ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. സെക്കൻഡ് പോയിന്റ്, ρ = 0 ഇൻസൈഡ് എ കണ്ടക്ടർ. കാരണം എന്തുകൊണ്ടാണ് വെച്ചാൽ, ഇൻസൈഡ് ദി കണ്ടക്ടർ നമ്മളിപ്പോൾ കണ്ടു ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? 0 ആണെന്ന് കണ്ടു. ഇലക്ട്രിക് ഫീൽഡ് 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ അറിയാം, ∇.E = ρ/ε0 അല്ലേ. നമുക്ക് ഈ ഒരു ഇക്വേഷൻ നല്ല മാക്സ്വെൽ ഇക്വേഷൻസിലൊക്കെ നമ്മൾ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇതിൽ ഈ 0 ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും റോയും എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് നെറ്റ് ചാർജ് ഡെൻസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഇതിൻ്റെ ഉള്ളിൽ ചാർജ് ഡെൻസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷേ ഇവർ സർഫസിൽ ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് ചാർജ് ഇല്ലാത്തത്. ഇപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനി നെറ്റ് ചാർജ് റീസൈഡ്സ് ഓൺ ദ സർഫസ്. അതായത് അവിടുത്തെ നെറ്റ് ചാർജുകൾ എന്തുണ്ടായിരുന്നു? ഞാനിപ്പോൾ 2 സർഫസുകൾ വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ നടുവിൽ ഇപ്പോൾ ഒരു സപ്പോസ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയാലും ഒരു ചാർജിൻ്റെ പ്രസൻസ് നമ്മളവിടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ചാർജ് എന്ത് ചെയ്യുന്നു? വിത്തിൻ സെക്കൻഡ്സ്, ഒരു റിലാക്സേഷൻ ടൈമിൻ്റെ ഉള്ളിൽ അത് സർഫസിൽ എന്ത് ചെയ്യുന്നു? റീസൈഡ് ചെയ്യും. അതായത് സർഫസിൽ അക്യുമുലേറ്റ് ചെയ്യും. ഇപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജ്. പക്ഷേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ നടുവിൽ ചാർജ് ഉണ്ടല്ലോ, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല അപ്പോൾ. പക്ഷേ അവിടെ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ, ഒരു കണ്ടക്ടറിന് എന്താ പ്രത്യേകത? സെൻറ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഈ പോസിറ്റീവ് ചാർജിന് ചുറ്റും ഒരു ഇൻഡ്യൂസ്ഡ് ചാർജ് ഇവിടെ ഡെവലപ്പ് ചെയ്യും. അതേ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന് ചുറ്റും എന്തായിരിക്കും? ഒരു ഇൻഡ്യൂസ്ഡ് ചാർജ് വരും. ഇൻഡ്യൂസ്ഡ് ചാർജ് വന്നെങ്കിൽ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ചുറ്റും നെഗറ്റീവ് ചാർജ് ആണ് ഇൻഡ്യൂസ്ഡ് ആവാം. അപ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെ 0 ആണെന്ന്. ഈ ചാർജ് എന്ത് ചെയ്യും? സർഫസിൽ വിത്തിൻ സെക്കൻഡ്സിൽ എന്ത് ചെയ്യും? സർഫസിൽ റിസൈഡ് ചെയ്യും കേട്ടോ. പിന്നെ അതുമാത്രമല്ല, വേറൊരു പോയിന്റും കൂടി ഉണ്ട്.
സർഫസിൽ ചാർജ് എപ്പോഴും യൂണിഫോം ആയിരിക്കും. സർഫസിൽ ചാർജ് എപ്പോഴും എന്തായിരിക്കും? യൂണിഫോം ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് ഇപ്പം ഇവിടെ ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ചാർജ് മുഖാന്തരം ഇവിടെ സർഫസിൽ ഉണ്ടാകുന്ന ചാർജ് യൂണിഫോം ആവണം എന്നില്ല. ഇത് ഏത് ആർബിട്രറി ഷേപ്പിലാണോ കിടക്കുന്നത്, അതായത് എൻ്റെ ചാർജ് ഇരിക്കുന്ന ഒരു പോയിന്റ് അല്ലെങ്കിൽ എൻ്റെ ഏരിയ ഏത് ആർബിട്രറി ഷേപ്പിലാണോ കിടക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഇൻഡ്യൂസ്ഡ് ചാർജുകൾ ഉണ്ടാവുക. ഓക്കെ, ഈ 2 പോയിന്റുകൾ ഓർത്ത് വയ്ക്കുക. സർഫസിൽ യൂണിഫോം ആവും, എന്ന് വെച്ചാൽ ഇൻസൈഡിൽ യൂണിഫോം ആവണം എന്നില്ല. ഓക്കെ, അടുത്തത് എ കണ്ടക്ടർ ഇൻ ആൻ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്. അതായത് കണ്ടക്ടർ പറഞ്ഞ ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ്. നോക്കൂ, ഇതാണ് എൻ്റെ ഒരു സോളിഡ് സ്ഫിയർ, അതായത് കണ്ടക്ടർ. ഇൻസൈഡ് 0 ആണ്. ഓക്കെ, പക്ഷേ ഈ ഒരു പോയിന്റ് എടുത്താലും ഇപ്പോൾ ഞാൻ എ ബി സി ഡി ഏത് പോയിന്റ് എടുത്താലും ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ ഏത് പോയിന്റ് എടുത്താലും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഏത് പോയിന്റ് എടുത്താലും നമുക്ക് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷനാണ് എന്ത്? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. കണ്ടോ? മൈനസ് എ ടു ബി ഇ ഡോട്ട് ഡി എൽ ഇൻ്റഗ്രൽ. അതിൽ വി ഓഫ് ബി മൈനസ് എ, അതായത് നമ്മുടെ ആ പോയിന്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വി ഓഫ് എ ആയാലും വി ഓഫ് ബി ആയാലും ഇനിയിപ്പോൾ അടുത്തൊരു റീജിയൻ വരികയാണെങ്കിലും നമുക്ക് എന്താ വി ഓഫ് സി ആയാലും എല്ലാ പോയിന്റ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ജസ്റ്റ് ഔട്ട്സൈഡ് എ കണ്ടക്ടർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഒരു കണ്ടക്ടർ നമ്മൾ എടുക്കുന്നു, ഇൻസൈഡിൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. പക്ഷേ ഞാൻ ഇതിലെ ഈ ഒരു ചെറിയൊരു ക്രോസ് സെക്ഷൻ, ഇതാണ് എൻ്റെ ഏരിയാസ് വരിക. ഈ ക്രോസ് സെക്ഷൻസ് എടുക്കുന്നത്, ഈ ചെറിയ ചെറിയ ഏരിയാസ് ഞാൻ എടുക്കുമ്പോൾ ഈ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്, അതായത് ഈ ഏരിയയ്ക്ക് എന്താണോ ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നത് അതായിരിക്കും ഈ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നതിനെയാണ് ഞാൻ ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഈ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന എല്ലാ നോർമൽ വെക്ടേഴ്സും എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അതായത് സർഫസിന് അതെപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണ് അല്ലേ? നമ്മൾ +2 ലെവൽ തൊട്ടിട്ട് കേൾക്കുന്നതാണ്. എന്താ വെച്ചാൽ ഒരു കണ്ടക്ടറിൽ, അതും കണ്ടക്ടറും തമ്മിൽ എന്താ ബന്ധം എന്നല്ലേ? ഒരു കണ്ടക്ടറിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് അപ്ലൈ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പ്രാക്ടിക്കൽ ലാബ്സിലും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ എടുക്കുകയാണ്. സപ്പോസ് ഇലക്ട്രോണിക്സ് ഇപ്പോൾ റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് അങ്ങനെയുള്ള ചെറിയ ചെറിയ മൈക്രോ എലമെൻസുകൾ എടുക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ എക്സ്ട്രാ ഒരു ഇലക്ട്രിക് ഫീൽഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡാമേജ് ആവാനുള്ള രീതി കൂടുതലാണ്. അതായത് അതിന് താങ്ങണേക്കാളും കൂടുതലാണ് അവിടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഡാമേജ് ആയിപ്പോവും. അങ്ങനെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടക്ടേഴ്സാണ് അവിടെ കോട്ട് ചെയ്തിരിക്കണമെങ്കിൽ, നമ്മുടെ ആ മെറ്റീരിയലിൻ്റെ മുകളിൽ നമ്മൾ കണ്ടക്ടേഴ്സാണ് പ്ലേറ്റ് ചെയ്തിരിക്കണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് 0 ആണ്. പക്ഷേ പുറത്ത് സർഫസിൽ ഔട്ട്സൈഡിൽ ചാർജുകളുണ്ട് അല്ലേ? സർഫസിൽ ചാർജുകൾ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ലാതെ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങാനും നമ്മളുടെ കയ്യിൽ നിന്ന് പുറത്ത് നിന്ന് എന്തെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് വന്നാൽ, എക്സ്ട്രാ എന്തെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സർഫസിലുള്ള ചാർജുകൾ അതൊരിക്കലും ആ ഇലക്ട്രിക് ഫീൽഡിനെ ഉള്ളിലേക്ക് കടത്തി വിടില്ല. ഈ ചാർജ് അവിടെ തന്നെ എന്ത് ചെയ്യും? ഇൻഡ്യൂസ് ചെയ്ത് നിൽക്കും. അതായത് ഒരു ചാർജ് പോലും നമ്മുടെ എൻ്റർ ചെയ്യില്ല. അതുകൊണ്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് ഇത്രയും പ്രാധാന്യം. അപ്പോൾ നമുക്ക് എന്താ മെറ്റീരിയൽസൊക്കെ നമുക്ക് ഈസി ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് കേട്ടോ. അപ്പോൾ ഈ 3 പോയിന്റുകളിൽ മെയിനായിട്ടും 6 പോയിന്റ്സ് ആണുള്ളത്. അതിൽ 3 പോയിന്റുകൾ ഒരിക്കലും മറക്കരുത്. ഒന്ന്, ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആകുന്ന കേസ് ഇൻഡ്യൂസ്ഡ് ചാർജ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, ഈ 3 പോയിന്റ്സുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡയഗ്രാം ഷോ ദ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓൺ എ കണ്ടക്ടർ? ഇതിൽ ഏതാണ് കറക്റ്റ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കാണിക്കുന്നത്? കണ്ടക്ടറിൽ. അപ്പോൾ കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു. എന്താ? ഒരു സർഫസിന് എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. ഈ ഫിഗേഴ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ഫിഗറിൽ നമുക്ക് എന്താ? ഇത് പെർപെൻഡിക്കുലർ ആണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇത് ഇൻസൈഡ് ഉള്ളിലേക്കാണ് പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ്. അത് പറ്റില്ലല്ലോ. കാരണം പെർപെൻഡിക്കുലർ പറഞ്ഞാൽ ഇങ്ങനെയാണ് വരേണ്ടത്. ഈ ഒരു ഏരിയ പെർപെൻഡിക്കുലർ ആണ് വെച്ചിട്ട് ഈ ഏരിയ പെർപെൻഡിക്കുലർ അല്ല. അടുത്തത് ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ, സർഫസിന് എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് കൂടെയാണ് ഇലക്ട്രിക് ഫീൽഡ് പോയിരിക്കുന്നത്. ഇത് തെറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ആയിട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് ടിക്ക് ചെയ്യാൻ പറ്റും. ഏതാ?
ബി ആണ് ആൻസർ. നമ്മൾ പഠിച്ചൊരു പ്രോപ്പർട്ടി ഡയറക്റ്റ് വന്നിരിക്കുകയാണ് അല്ലേ. അടുത്തൊരു ചോദ്യം. എ തിൻ മെറ്റാലിക് സ്പെറിക്കൽ ഷെൽ കണ്ടെയ്ൻ എ ചാർജ് Q ഓൺ ഇറ്റ്. A point charge Q is placed at the center of the shell and other charge Q1 is placed outside its shown in the figure. അതായത് ഒരു പ്ലസ് ക്യൂ ചാർജിനെ ഔട്ട്സൈഡിലും വെച്ചിട്ടുണ്ട്, ഒരു ചാർജിനെ ഉള്ളിലും വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിലെ പ്രത്യേകത എന്താ വെച്ചാൽ Q1 എന്ന് പറഞ്ഞ ചാർജ് പുറത്ത് വെച്ചിട്ടുണ്ട്, ഒരു ചാർജ് ഉള്ളിലുണ്ട്, ഇവിടെ ഒരു Q എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് ചാർജുകളാണ് കേട്ടോ ഇതിലുള്ളത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ തിൻ മെറ്റാലിക് സ്പെറിക്കൽ ഷെൽ കണ്ടെയ്നിങ് ചാർജ് Q ഓൺ ഇറ്റ്, ഒരു Q എന്ന് പറഞ്ഞ ചാർജ് ഓൺ ഇറ്റ് ആണ്. എ പോയിന്റ് ചാർജ് Q ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ ഓഫ് ഷെല്ല്, അനദർ ചാർജ് Q1 ഈസ് പ്ലേസ്ഡ് ഔട്ട്സൈഡ് ദ ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, ഓൾ 3 ചാർജസ് ആർ പോസിറ്റീവ്. 3 ചാർജുകളും, അതായത് ഈ ചാർജും ഈ ചാർജും ഈ ചാർജും ഒക്കെ എന്താണ്, പോസിറ്റീവാണ്. നടുവിൽ ഒരാളുണ്ട്, സർഫസിൽ ഒരാളുണ്ട്, ഔട്ട്സൈഡിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ദ ഫോഴ്സ് ഓൺ ദ ചാർജ് ആക്ട് അറ്റ് ദ സെന്റർ ഈസ്, ദ ഫോഴ്സ് ഓൺ ദ ചാർജ് അറ്റ് ദ സെന്റർ ഈസ് എന്നാണ് ചോദിച്ചത്. സെന്ററിൽ എന്തായിരിക്കുന്നു ഫോഴ്സ്? ഓഫ് കോഴ്സ് നമുക്ക് ഒരു തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രോപ്പർട്ടീസ് പഠിച്ചത് എന്താണ്? ആദ്യത്തെ പ്രോപ്പർട്ടി എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് 0 ആയിരിക്കും. പിന്നെ സർഫസിൽ ചാർജ് അക്യുമുലേറ്റ് ചെയ്യും അല്ലേ, യൂണിഫോം ആയിട്ട്. പിന്നെന്താ, ഇൻസൈഡിൽ ചാർജ് ഡെൻസിറ്റിയുടെ പ്രസൻസ് ഉണ്ടാവില്ല. പിന്നെന്താ, ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. പിന്നെ ഇക്യു പൊട്ടൻഷ്യലാണ്. അതിൽ ഇവരെന്താ പറയുന്നത് വെച്ചാൽ ഇൻസൈഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, ഇൻസൈഡിൽ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, ചാർജിൻ്റെ പ്രസൻസ് ഇല്ല, ഒന്നുമില്ല. ഇലക്ട്രിക് ഫീൽഡ് അവിടെ 0 ആയി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഫോഴ്സ് ഓൺ ചാർജ് അറ്റ് ദ സെൻറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്സൈഡിൻ്റെ കാര്യമൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, ഇൻസൈഡിൻ്റെ കാര്യമില്ല. ഇൻസൈഡിൽ എന്ത് വന്നാലും എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് 0 ആയതുകൊണ്ട് അവിടുത്തെ ഫോഴ്സും എന്തായിരിക്കും, 0 ആയിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആ പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം ആൻസറിലേക്ക് എത്താൻ പറ്റും. Okay, a solid spherical conductor encloses 3 cavities, a cross section of which are as shown in the figure. A net charge plus Q resides the outer surface of the conductor and cavity A and C contain point charge plus Q and minus Q respectively. The net charge on the surface of these cavities are. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ ഒരു സോളിഡ് സ്പെറിക്കൽ കണ്ടക്ടറാണ്, ഇതൊരു സോളിഡ് സ്പെറിക്കൽ കണ്ടക്ടറാണ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 3 ക്യാവിറ്റികളെയാണ് കൊടുത്തിരിക്കുന്നത്. ഷേപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, എയും ബിയും സിയും. അതിലവർ പറഞ്ഞിട്ടുണ്ട് എക്കും ബിയിലും, എയിൽ പോസിറ്റീവ് ചാർജും സിയിൽ നെഗറ്റീവ് ചാർജാണ്. അതുപോലെ തന്നെ ബിയിലാണെങ്കിൽ ചാർജ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നെറ്റ് ചാർജ് ഓൺ ദ സർഫസ് ഓഫ് ദ കാവിറ്റീസ്. ഈ സർഫസ്, കാവിറ്റികളുടെ സർഫസിൽ ഏത് ചാർജ് ആയിരിക്കും ഉണ്ടാകുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഓപ്ഷൻസ് നോക്കാം. എ ഈക്വൽ ടു മൈനസ് ക്യൂ, ബി ഈക്വൽ ടു ക്യൂ, സി ഈക്വൽ ടു 0. എ ഈക്വൽ ടു മൈനസ് ക്യൂ, ബി ഈക്വൽ ടു 0, സി ഈക്വൽ ടു മൈനസ് ക്യൂ. എ ഈക്വൽ ടു പ്ലസ് ക്യൂ, ബി ഈക്വൽ ടു 0, സി ഈക്വൽ ടു മൈനസ് ക്യൂ. എ ഈക്വൽ ടു മൈനസ് ക്യൂ, ബി ഈക്വൽ ടു 0, സി ഈക്വൽ ടു പ്ലസ് ക്യൂ. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാവിറ്റി കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാം. എന്താ, സർഫസിൽ ചാർജ്, സർഫസിലാണ് ചാർജ് ഉണ്ടാവുക, ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, ചാർജ് പ്രസൻസ് ഇല്ല. പക്ഷെ നമ്മൾ ഇൻഡ്യൂസ്ഡ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം പഠിച്ചു. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് 0 ആവാൻ കാരണം എന്താ, എന്താണോ അവിടുത്തെ ഒരു ക്യാവിറ്റിയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഉള്ളത് വെച്ചാൽ അതിന് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഏത് ചാർജാണ് ഇരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ആയിട്ട് അവിടെ കിടക്കും, അതാണല്ലോ ഇൻഡ്യൂസ്ഡ് ചാർജ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റിൽ പ്ലസ് ക്യൂ ചാർജാണ്. അപ്പോൾ ഇതിന് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഏത് ചാർജാണ് കിടക്കുക, നെഗറ്റീവാണ് കിടക്കുക. സിക്ക് എന്താ, മൈനസ് ക്യൂ ആണ്. അപ്പോൾ ഇൻഡ്യൂസ് ചെയ്തിട്ട് പ്ലസ് ചാർജ് ആണ് പുറത്ത് ഇൻഡ്യൂസ് ചെയ്ത് കിടക്കുക. ബട്ട് ബിക്ക് ഒന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ ബി 0 തന്നെ. അപ്പോൾ എക്ക് സർഫസിൽ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഏതാണ്, മൈനസ് ക്യൂ, അത് എല്ലായിടത്തും ഉണ്ട്. ബിക്ക് എന്താ 0. അപ്പോൾ ഈ 3 ഓപ്ഷനേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. സിക്ക് പ്ലസ് ക്യൂ. അപ്പോൾ എനിക്ക് തോന്നുന്നതാ ഡി ആണ് ആൻസർ. അപ്പോൾ കണ്ടു, നമ്മൾ ആ പഠിച്ച പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ക്യാവിറ്റി ആകുമ്പോൾ ക്യാവിറ്റിയുടെ പ്രത്യേക കണ്ടക്ടറിൽ സർഫസിൽ എന്താണോ ചാർജ് നമ്മൾ കൊടുക്കുന്നത് അതാണ് പുറത്ത് വന്ന്. ഇപ്പോൾ പ്ലസ് ചാർജാണ് നിങ്ങൾ ഉള്ളിലേക്ക് പെട്ടെന്ന് ഇട്ടേന്ന് വിചാരിക്കുക. നിങ്ങളൊരു ചാർജ് പുറത്ത് പ്ലസ് ക്യൂ ചാർജ് ആണെങ്കിൽ ഈ പ്ലസ് ക്യൂ ചാർജാണ് മുകളിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുക. പക്ഷേ ഒരു ക്യാവിറ്റിയിലാണ് ആ ചാർജ് പ്രസൻസ് എങ്കിൽ ആ ക്യാവിറ്റിയുടെ ചുറ്റും ആദ്യം അതിൻ്റെ ഇൻഡ്യൂസ്ഡ് ചാർജ് വന്നിട്ട് ഇവിടെ ഫ്ലക്സ് 0 ആക്കണം. എന്നാലല്ലേ, ഇവിടെ നോക്കൂ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയി, ഇവിടെ ഫ്ലക്സ് 0 ആയി കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലല്ലോ. ഇവിടെയും ഫ്ലക്സ് 0 ആയി, ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇവിടെയും ഫ്ലക്സ് ഇല്ല, 0. സോ ഇലക്ട്രിക് ഫീൽഡ് അപ്പോൾ എന്തായി, കംപ്ലീറ്റ്ലി 0 ആയി. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഔട്ട് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻസ് അബൌട്ട് ദ പെർഫെക്റ്റ് കണ്ടക്ടർ. അതായത് നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ
ഇതിൽ ഓപ്ഷൻസ് നോക്കിയിട്ട് ഇതിൽ ഏതാണ് കണ്ടക്ടറിന് പെർഫെക്റ്റ് ആയിട്ടുള്ളതെന്ന്. എ കണ്ടക്ടർ ഹാസ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്. ശരിയല്ലേ? കണ്ടക്ടറിന് എന്താണ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസാണ്. നമ്മൾ കണ്ടു വി ഓഫ് എ ഈക്വൽ ടു വി ഓഫ് ബി ഈക്വൽ ടു വി ഓഫ് സി അല്ലേ? അടുത്തത് ദ നെറ്റ് ചാർജ് ഇഫ് എനി റിസൈഡ് ഓൺലി ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. ശരിയല്ലേ? നെറ്റ് ചാർജ് എന്ത് ചെയ്യും? ഒരു സർഫസിൽ ഈസി ആയിട്ട് വന്ന് റിസൈഡ്സ് ചെയ്യും അല്ലേ? അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് കനോട്ട് എക്സിറ്റ് ഇൻസൈഡ് ദ കണ്ടക്ടർ. ശരിയാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? 0 ആണ്. ഒരു ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാർജിൻ്റെ ചുറ്റും അതിൻ്റെ നെഗറ്റീവ് ചാർജ് വന്ന് ഫ്ലക്സ് 0 ആയിട്ട് നമുക്ക് അവിടെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ 0 ആണ്. ജസ്റ്റ് ഔട്ട്സൈഡ് ദ കണ്ടക്ടർ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. അപ്പോൾ എന്താ? നമുക്ക് ഈ 4 ഓപ്ഷനും നമുക്ക് എന്താണ്? കറക്റ്റാണ്. ഗേറ്റ് എക്സാംസിന് MSQ ലെവലൊക്കെ ഈ ചോദ്യങ്ങൾ വരാം കേട്ടോ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കണ്ടക്ടേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കുറച്ച് PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.